പേരാമ്പ്രയിൽ നടന്ന ഒരു ചടങ്ങില് ഒരു സ്വകാര്യ പരിപാടിയിൽ ഫാത്തിമ തഹ്ലിയ MLA ഒരു നിലവിളക്ക് കൊളുത്തുന്ന വിഷുട്ട് പുറത്തോട്ട് വന്നു. ഇത് വലിയ രീതിയിൽ വിവാദമായി, പ്രശ്നങ്ങളായി, ചർച്ചയായിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സമസ്ത രംഗത്ത് വന്നിട്ടുണ്ട്. സമസ്ത പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ അനിസ്ലാമിക ആചാരങ്ങളും ഇതര മതസ്ഥരുടെ ആചാരങ്ങളും വർജിക്കണമെന്നും ഇസ്ലാം വിരുദ്ധ വിശ്വാസങ്ങൾ സമുദായത്തിന് പുറത്തേക്കുള്ള വഴിയാണെന്നുമാണ് സമസ്ത പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഇപ്പൊ സമസ്തയാണെങ്കിലും ഏതാണെങ്കിലും, ഏത് മുസ്ലിം ലീഗ് ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇത്തരത്തിൽ കേരളത്തിൽ നടത്തുന്ന പ്രസ്താവനകൾ നിരോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അവരെയൊക്കെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഇസ്ലാം മതത്തിന് പുറത്തേക്കുള്ള വഴിയാണത്രേ ഈ അനിസ്ലാമികമായ. പണ്ട് അബ്ദുറബ്ബ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അതായത് ഇപ്പൊ ഇരിക്കുന്ന ആളിന് മുൻപ്, ഷംസുദ്ദീന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാള്, UDF ഉണ്ടായിരുന്ന അദ്ദേഹം ലീഗിന്റെ നേതാവായിരുന്നു. അപ്പൊ ഈ അബ്ദുറബ്ബ് ഒരു പരിപാടിയിൽ, ഒരു പൊതു ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുന്നതിൽ വിമുഖത കാണിച്ചു. നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ളതിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ മതം നിലവിളക്ക് കൊളുത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലത്രേ. അതുകൊണ്ട് ഒരു പൊതു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മന്ത്രിയുടെ നിലപാട്. അതിന്റെ തൊട്ടടുത്ത വെർഷൻ അല്ലെങ്കിൽ അടുത്ത തവണ UDF വീണ്ടും അധികാരത്തിൽ കയറുമ്പോൾ പേരാമ്പ്രയിൽ നിന്നുള്ള MLA ഫാത്തിമ തഹ്ലിയ ഇത് ഇങ്ങനെ ചെയ്യുന്നു, വിളക്ക് കത്തിക്കുന്നു. പക്ഷേ അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുള്ളത്, തഹ്ലിയ വിളക്ക് കത്തിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പം ഇതിനെ മതാചാരങ്ങളുടെ ഭാഗമായിട്ടാണോ ഇവരിതിനെയൊക്കെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇതൊരു തീവ്ര വർഗീയത എന്ന് പറയും. ഇതല്ലാതെ സാധാരണഗതിയിൽ നമുക്ക് പറഞ്ഞു വിടാൻ കഴിയുന്ന ഒന്നല്ല. ഇത് തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൾക്കാർക്ക് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുക? സമസ്ത പറയുന്നത് ശരിക്കും ഇവരെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജനാധിപത്യപരമായിട്ടാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ആ വനിത പേരാമ്പ്രയിൽ നിന്നും TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സഭയിലേക്ക് എത്തുന്നത്, നിയമസഭയിലേക്ക് എത്തുന്നത്, MLA ആവുന്നത്. അപ്പോൾ അങ്ങനെ MLA ആയ ഒരു നേതാവിനെ സംബന്ധിച്ച് ആ നേതാവ് ജനായത്ത രീതിയിലാണ്, അല്ലാതെ മതം പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത് എന്നുള്ള വസ്തുത ഒരു വശത്ത് നിൽക്കട്ടെ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ തന്നെയും തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിലാണ്. ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകളെല്ലാം ന്യൂനപക്ഷ സമുദായത്തിൻ്റെതാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവർ UDF സ്ഥാനാർത്ഥിയാണ്. UDF നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിൽ എല്ലാവരും മുസ്ലിങ്ങളല്ല. തന്നെയുമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയും അതോടൊപ്പം തന്നെ ഒരു മതേതര പാർട്ടിയും കൂടിയാണ്. പുതിയ ആൾക്കാർ വന്നതോടുകൂടി നിലപാടിൽ അല്പം അയവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എല്ലാ കാലത്തും കോൺഗ്രസ് ഒരു 75 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർ എപ്പോഴും സെക്യുലറിസ്റ്റിക് ആണ്. അതായത് മതേതര ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ ഈ മതേതര ബോധത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി നയിക്കുന്ന UDF മുന്നണിയിലുള്ള ഒരു വനിതാ നേതാവിന് ഇങ്ങനെ ചെയ്യാം, നിലവിളക്ക് കൊളുത്തിക്കൊണ്ടൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാം, തെറ്റില്ല. അതിനെ എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെ എതിർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കേരളത്തിന്റെ മുഖമുദ്ര എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മതേതരത്വം, ജനാധിപത്യം, സ്വാതന്ത്ര്യം ഇതിനൊക്കെ ഏൽക്കുന്ന കനത്ത പ്രഹരമായി മാറും. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു സമസ്ത പോലുള്ള ഒരു തീർത്തും ട്രഡീഷണലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ തഹ്ലിയ MLA ആയതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. MLA ആയതുപോലും ഇഷ്ടപ്പെടില്ല. കാരണം സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമുദായം അല്ല അത്. നമുക്കറിയാം, എത്രയോ കാലത്തിന് ശേഷം നൂർബിന റഷീദൊക്കെ ഇപ്പൊ വലിയ വിവാദം ഉണ്ടാക്കിയില്ലേ ആ വനിതാ ലീഗിന്റെ. എന്തുകൊണ്ടത് വിവാദം ഉണ്ടാക്കിയത്? ഈ പറയുന്ന അവർക്ക് പോലും ഒരു സ്ഥാനം കിട്ടിയിരുന്നില്ല. ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന പൊതുവെ ചെറുപ്പക്കാരിയായ അവർക്ക് വളരെ വേഗം ഒരു സ്ഥാനാർത്ഥിത്വം നിൽക്കുന്നു. അപ്പൊ അതിന് നൂർബിന റഷീദ് അടക്കമുള്ളവർ പറഞ്ഞെന്താ, ഈ ഫാത്തിമ തഹ്ലിയ പാണക്കാട് തറവാട്ടിലെ സ്ഥിരം സന്ദർശക ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് പൊതുധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും കഴിവുണ്ട്, അല്ലെങ്കിൽ വനിതാ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എടുത്തു വെച്ച് നോക്കിക്കോളൂ. നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ഒരാൾ മാത്രമായിരുന്നു നിലമ്പൂരിൽ നിന്ന് വന്നത്. എന്തുകൊണ്ടാണ്? അവർ ഇടതുപക്ഷ പ്രവർത്തക, ഈ അഭിനേത്രിയൊക്കെ ആയതുകൊണ്ടാണ് അവർക്ക് പിന്നീട് ഇതിലേക്ക് വരാൻ കഴിഞ്ഞത്, ഒരു പൊളിറ്റിക്സിലേക്ക് നിൽക്കാൻ കഴിഞ്ഞത്. അതേസമയം ലീഗിൽ എത്ര സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്?
നമുക്ക് ഈ പറയുന്ന നൂർബിന റഷീദിനെ അറിയാം, ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയെ അറിയാം. അതിനപ്പുറത്തേക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയില്ല. കാര്യം അതേസമയം നമുക്ക് കോൺഗ്രസിലേക്ക് നോക്കിയ നിരവധി നേതാക്കന്മാരെ പിന്നെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഷമാ മുഹമ്മദിനെ പോലുള്ള നേതാക്കന്മാരുണ്ട്. അതുപോലെ ഷാനിമോൾ ഉസ്മാൻ, ഇതൊക്കെ ആ സമുദായത്തിൽ നിന്ന് വന്നവരാ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ അത്ര ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത്? ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാ. എന്തുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ അങ്ങനെ നിൽക്കുന്നത്? അവർ നിശ്വസിച്ച അല്ലെങ്കിൽ അവരെ കൊണ്ടുവരുന്ന പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടാണ്. അതിനകത്ത് ജനാധിപത്യ ക്രമത്തിന്റെയും അതോടൊപ്പം തന്നെ മതേതരത്വത്തിന്റെയും ഒരു ഫേസ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഏത് ഷാനിമോൾ ഉസ്മാൻ, ഷമാ മുഹമ്മദിന്, ഇവർക്കൊക്കെ ഈ പറയുന്ന പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇവരാരും എത്തൂല. പിന്നെ ഈ പറയുന്ന UDF-ലെ മുസ്ലിം ലീഗിലാണ് നിന്നതെങ്കിൽ, അങ്ങനെ മുസ്ലിം ലീഗ് ഉണ്ടായ കാലഘട്ടം മുതലുള്ള പ്രവർത്തക രീതി പരിശോധിക്കുമ്പോൾ ലീഗിനകത്ത് നിന്ന് എത്രയെത്ര വനിതകൾ ഇവിടെ ഉയർന്നു വരണമായിരുന്നു, എത്രയെത്ര വനിതകൾ ഉയർന്നു വരണമായിരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ സമീപനങ്ങൾ, പിന്തിരിപ്പൻ ചിന്താഗതികൾ അതുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ്. ഇപ്പൊ സമസ്ത പറഞ്ഞു കേട്ടില്ലേ, ഈ പിന്നെ ഇസ്ലാമിക ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് മതത്തിനുള്ള പുറത്തേക്ക് പോകാമെന്ന്. ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ MLA ആവണമെന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാം മതത്തില്. അപ്പൊ ഇസ്ലാം മതത്തിന് വിരുദ്ധമാണ്, അനിസ്ലാമികമായില്ലേ MLA ആവുക എന്ന് പറഞ്ഞൊരു കാര്യം അല്ലേ? അപ്പം പിന്നെ ഇസ്ലാം മതത്തില് ഖുറാനിലോ എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങൾ ജനപ്രതിനിധിയായി ജീവിക്കണം, കേരളത്തിന്റെ MLA ആവണം, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് പോകണമെന്ന് മുസ്ലിങ്ങളിൽ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. എന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെ കിതാബിൽ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മതത്തിന് പുറത്താവണം എന്ന് പറയുന്ന രീതിയുണ്ടോ? ഇല്ല. അനിസ്ലാമികമാകും. ഇപ്പൊ ഒരു വിളക്കുകൾ തെളിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചു വരുന്ന ഒരു പൊതു രീതിയാണ്. വിളക്ക് തെളിയിച്ചുകൊണ്ട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക, ഇത് പൊതു രീതിയാണ്. ഈ പൊതു രീതിക്ക് എതിരെ എന്തിനാണ് സംസാരിക്കുക? മലപ്പുറത്ത് പല ഭവനങ്ങളിലും വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ മുസ്ലിം ഭവനങ്ങളിലും വിളക്ക് കത്തിക്കുന്നവരുണ്ട്. വിളക്കെന്ന് പറയുന്ന ഈ പറയുന്ന ഒരു മതചിഹ്നമായി കാണാതിരിക്കുക. ഇപ്പൊ നമ്മൾ നോക്കിയോളൂ, ഇപ്പൊ പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ ഒരുപാട് ഈ ഓട്ട് വിളക്കുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയി കുരിശിന്റെ മാതൃകയിൽ അല്ലെ കുരിശിന്റെ രൂപം പിന്നെ മേളിലാക്കിയ വിളക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പുറത്ത്. അപ്പൊ അവിടെ വിളക്കെന്ന് പറയുന്ന ഒരു തെറ്റായ സമീപനമൊന്നുമല്ല. വെളിച്ചം എന്ന് പറയുന്നത് തെറ്റല്ല. വെളിച്ചം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്താഗതികൾ എടുത്തു കഴിഞ്ഞാലും വിളക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ആരുടെയും ഏത് വിവരമുള്ളവരുടെയും ചിന്താഗതി എടുത്ത് വിളക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ഒരു ദീപം തെളിയിച്ചുകൊണ്ട് അതിന് അല്ലെങ്കിൽ അത് ഹൈന്ദവമല്ല. ശരിക്കും ഹൈന്ദവം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് വിളക്കിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വിളക്കിനെയോ തിരിയോ വെളിച്ചത്തെയോ കൊണ്ടുവന്ന് നമുക്ക് കെട്ടിയിടാൻ പറ്റില്ല. നമുക്ക് ഇരുട്ടിലൂടെ നടക്കണമെങ്കിൽ നമുക്ക് വെളിച്ചം ഉണ്ടാവണം. അപ്പൊ അതിനെ അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന കാക്കാമാരിൽ ഇരുട്ടത്ത് പോകും. ഈ പറയുന്ന പിന്നെ ഈ സമുദായത്തെ ഉദ്ധരിക്കണം, ഇതിന് സമുദായത്തിന് പുറത്താവും എന്ന് പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാരെല്ലാം വിളക്ക് തെളിയിക്കാതെ എവിടെയെങ്കിലും ഇരുട്ടത്തിരിക്കുവോ? ഇല്ലല്ലോ. അവർക്കെല്ലാം വിളക്ക് വേണം. അപ്പൊ അതിനെയൊക്കെ അനിസ്ലാമികം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ മനുഷ്യ മനസാക്ഷിയിലേക്ക് അല്ലെങ്കിൽ മതത്തിനുള്ളിലേക്ക് കറുപ്പ് പടർത്തുക ചെയ്യുന്നത്. അവരുടെ ഉള്ളിലേക്ക് ആ ഒരു ഇരുട്ടിനെ വ്യാപിപ്പിക്കുന്ന ഒരു സമീപനമാണ് ചെയ്യുന്നത്. അതൊക്കെ ഇത് കണ്ടു വളരുന്ന ഒരു സമൂഹം ഉണ്ടെന്നേ. ഈ പറയുന്ന സമസ്തയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും കുറച്ചു കാലം കഴിയുമ്പോൾ അവരങ്ങ് മരിച്ചു പോകും. അത് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, പുതിയ തലമുറ എന്ന് പറയുന്നത്, അവരുടെ മനസ്സിൽ ഈ കറുപ്പുണ്ടാവാൻ പാടില്ല. അവര് കേരളത്തിന്റെ എന്താ പറയുക ജനകീയ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയിലും മതേതരത്വത്തിന്റെ അടിത്തറയിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരളീയ സമൂഹം മാറേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ട വഴിയൊരുക്കി കൊടുക്കുകയാണ് ഓരോ സമുദായവും ചെയ്യേണ്ടത്. ഇപ്പൊ ഫാത്തിമ തഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF-ന്റെ MLA ആയിക്കൊണ്ട് ഒരു പുതിയൊരു ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. നാളെ ഒരു ഘട്ടത്തിൽ വനിതാ ലീഗിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവുന്ന ഒരു കാലം അതിവിദൂരമായിരിക്കില്ല. ഫാത്തിമ തഹ്ലിയെ പോലെ ഇനി നിരവധി ആളുകൾ ഈ പറയുന്ന പൊതുപ്രവർത്തന രംഗത്തേക്ക് വരണം. അവർ വന്നു കഴിയുമ്പോൾ വനിതാ ലീഗിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ചരിത്രപരമായ മാറ്റമല്ലേ ഉണ്ടാവുക? അതൊരു ചരിത്രമായി മാറുകയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിക്കുക. അതിന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കറുത്ത പാടുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് ഉള്ളിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യം സമസ്തയിലുള്ള ഈ മതപണ്ഡിതന്മാർ ചെയ്യേണ്ട ഒരു കാര്യം. ഉള്ളിൽ വിളക്ക് തെളിയിക്കുക, ഉള്ളിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് ഉള്ളിൽ പ്രകാശം പരത്തുക. പക്ഷെ സമസ്തയുടെ ഈ ഒരു പറച്ചിൽ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കുറച്ചുകൂടെ കൂടുതൽ മൈലേജിൽ എത്താൻ പോയി. അതെ തീർച്ചയായിട്ടും അത് എന്തായാലും നല്ല കാര്യമാണെന്ന് പറയേണ്ടി വരും. അപ്പം അബ്ദുറബിന്റെ കണക്കാകാതിരിക്കുക. അബ്ദുറബ് എന്ന് കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വിളക്ക് തെളിക്കില്ല എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും ഒരു പിന്നെ കറുത്ത വിഷപ്പുകയാക്കി കൊടുത്ത ഒരു മനുഷ്യനാണ്. അപ്പം എന്തായാലും ഫാത്തിമ തഹ്ലിയ അത് അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് ഫാത്തിമയുടെ പിന്നെ MLA-യുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ആ ക്വാളിറ്റി കാണാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ആ ക്വാളിറ്റിയോട് കൂടി തന്നെ അവരിനിയും
ശക്തമായി മുന്നോട്ട് പോട്ടെ. സമുദായത്തിലെ ഇത്തരത്തിലുള്ള പ്രമാണിമാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ എതിർപ്പുകളെ വകഞ്ഞു മാറ്റുക. കാര്യം ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കാലമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ കാലത്തിലേക്ക് പോകുന്നതിൽ ഫാത്തിമ തഹ്ലിയയ്ക്ക് ഒരു ചെറിയ തിരിയെങ്കിലും കൊളുത്താൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും.